സ്റ്റുഡിയോകളിലുമൊക്കെ സ്ഥാനാർത്ഥികൾ വലിയ തിരക്കാണ്. നല്ല സ്റ്റൈലിഷ് ഫോട്ടോകളൊക്കെ എടുത്ത് നല്ല കിടിലൻ സിനിമാ പോസ്റ്ററിലെ രൂപത്തിലുള്ള പോസ്റ്ററുകളൊക്കെ എടുക്കാനുള്ള തിരക്കാണ്. അപ്പോൾ കാഞ്ഞിരപ്പള്ളിയിലെ UDF സ്ഥാനാർത്ഥി റോണി കെ ബേബിയുടെ ഫോട്ടോഷൂട്ടും ഒക്കെ ഒന്ന് കാണാം. തെരഞ്ഞെടുപ്പ് കാലം ഫോട്ടോഷൂട്ടുകളുടെ കൂടി കാലമാണ്. നമ്മളിപ്പോൾ അത് കാഞ്ഞിരപ്പള്ളിയിലെ UDF സ്ഥാനാർത്ഥി റോണി കെ ബേബിയുടെ ഫോട്ടോഷൂട്ട് നടക്കുന്ന കാഞ്ഞിരപ്പള്ളിയിലെ ഒരു സ്റ്റുഡിയോയിലാണ്. എങ്ങനെയാണ്, തെളിഞ്ഞല്ല? എല്ലാം തെളിഞ്ഞിരിക്കുകയാണ്, ഒരു സംശയമില്ല. വലിയ ആത്മവിശ്വാസത്തിലാണ്, പ്രവർത്തകരുടെ വലിയ പിന്തുണയുണ്ട്, ജയിച്ചിരിക്കും. ഇന്നലെ രാത്രിയാണ് ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നത്. എതിരാളികളുടെയൊക്കെ പോസ്റ്ററുകളൊക്കെ തന്നെ മതിലുകളൊക്കെ നിറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ പ്രചാരണത്തിൽ പിന്നിലായി പോയെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ ജനങ്ങളുടെ മനസ്സിലുണ്ട്, മതിലുകളിലോ പോസ്റ്ററുകളിലോ അല്ല. ഞാൻ 25 വർഷമായി ഇവിടെ സജീവമായി കാഞ്ഞിരപ്പള്ളിയിൽ പൊതുപ്രവർത്തനത്തിലുണ്ട്. ഈ കാഞ്ഞിരപ്പള്ളി സെൻറ് ഡൊമിനിക്സ് കോളേജിൽ അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ തരത്തിലുള്ള ബന്ധങ്ങളുമൊക്കെ ഉണ്ടാകും. ഞാൻ 25 വർഷം ഒരു ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അവരുടെ വലിയ സ്നേഹം ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ കൂടെയുണ്ട്. കാഞ്ഞിരപ്പള്ളിയിൽ ഒരു ത്രികോണ പോരാട്ടം ഉണ്ടാകും. കാരണം കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് NDAയുടെ ഭാഗത്ത് നിന്ന് മത്സരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ എൻ്റെ പാർട്ടി, എൻ്റെ മുന്നണി, എൻ്റെ രാഷ്ട്രീയം ഞാനത് കൃത്യമായി പോസിറ്റീവായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളോട് ഞാൻ പറയും. അല്ലാതെ എനിക്കെതിരെ ആര് മത്സരിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ എൻ്റെ രാഷ്ട്രീയമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. LDF സ്ഥാനാർത്ഥിയും ഒരു പ്രൊഫസറാണ്. 2 പ്രൊഫസർമാരെ തമ്മിലുള്ള മത്സരമാണോ? തീർച്ചയായിട്ടും. ഞങ്ങൾ ജോർജ് കുര്യൻ സാർ ആയിക്കോട്ടെ, അല്ലെ ഡോക്ടർ N. ജയരാജ് ആയിക്കോട്ടെ, ഞങ്ങൾ എല്ലാവരും തമ്മിൽ വ്യക്തിബന്ധങ്ങളുണ്ട്, വളരെ അടുത്ത ബന്ധങ്ങളുണ്ട്, വളരെ നല്ല സുഹൃത്തുക്കളാണ്. പക്ഷേ രാഷ്ട്രീയം വരുമ്പോൾ ഞങ്ങൾ കൃത്യമായി എൻ്റെ രാഷ്ട്രീയത്തിന് വേണ്ടി ഞാൻ പോരാടും, ഞാൻ ഫൈറ്റ് ചെയ്യും. ഈ മണ്ഡലത്തിനകത്ത് നിന്ന് ഉള്ള ഒരാളെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഹൈക്കമാൻഡ് തീരുമാനമാണെന്ന് തോന്നുന്നു. കാരണം ഇത്തരത്തിൽ പല ആളുകളുടെ പേരൊക്കെ തന്നെ പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷമാണ് റോണി കെ ബേബിയിലേക്ക് എത്തിയത്. ഇല്ല, എൻ്റെ പേര് ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നൽകിയ പേരിലുണ്ടായിരുന്നു, KPCC നൽകിയ പേരിലുണ്ടായിരുന്നു, അടുത്ത സ്ക്രീനിങ് കമ്മിറ്റി നൽകിയ പേരിലുണ്ടായിരുന്നു. അവസാന റൗണ്ടിൽ വന്നപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെ ഉള്ള ആളുകൾ എടുത്ത ഒരു തീരുമാനമാണ് എനിക്ക് അനുകൂലമായി വന്നത്. 2008 രാഹുൽ ഗാന്ധി ടാലൻറ്റ് സെർച്ച് നടത്തി. ഞാനതിൽ കേരളത്തിൽ ആയിരുന്നു. ഞാൻ 3ാമത് വന്നു. രാഹുൽ ഗാന്ധിയുമായി 1 മണിക്കൂർ ഞാൻ ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഞാൻ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണെന്നും അദ്ദേഹത്തിൻ്റെ ആ ഉൾക്കാമ്പ് എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചു. അതിനുശേഷം ഞാൻ നടത്തുന്ന പോരാട്ടങ്ങൾ മുഴുവൻ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയാണ്. അത് അദ്ദേഹം എന്നെ അംഗീകരിച്ചു. എന്തായാലും ക്യാമറയിൽ ചിത്രം പതിഞ്ഞു കഴിഞ്ഞു. ഇനി ആ ചിത്രം വോട്ടർമാരുടെ മനസ്സിലേക്ക് എത്തിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥി റോണി കെ ബേബി. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോദ് ST, മാതൃഭൂമി ന്യൂസ്.